ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി ചേരുന്നു. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഇതിനെ അനാസ്ഥ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാൻ കഴിയുക? ഈ പറയുന്ന 4 വൈദ്യുത ലൈനുകൾ ഒരു ക്ലാസ് മുറിക്ക് അടുത്തുകൂടി കഴിഞ്ഞ മെയ് മാസം മുതലെന്ന് എച്ച് പറയുന്നു. അതിന് മുമ്പുണ്ടോ എന്നാലും നമുക്കറിയില്ല. എന്നിട്ട് ആരും ഒന്നും ചെയ്തില്ല, അങ്ങനെ കിടന്നു. മിഥുൻ എന്ന് പറയുന്ന 13-കാരൻ്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു ഇത് വാർത്തയാവാൻ. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, തികച്ചും വളരെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മിഥുൻ എന്ന ഒരു കുഞ്ഞിന്റെ മരണം. ആ ദാരുണമായ മരണം കേരളത്തെ ആകെ നടുക്കുന്നതാണ്. ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടന്ന സംഭവമാണ്. ഗുരുതരമായ വീഴ്ചയാണ് സത്യത്തിൽ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ സ്ഥലത്ത് പോയില്ല, ഞാൻ ദൂരെയാണ്. വിവരം അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ സ്കൂളിന്റെ മാനേജ്മെന്റ് CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മാനേജ്മെന്റാണ്. ആ മാനേജ്മെന്റ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇലക്ട്രിക് ലൈൻ കമ്പി അപകടകരമായ രീതിയിലാണ് കടന്നു പോകുന്നത്, മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതനുസരിച്ചാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ആ ഷെഡ് സൈക്കിൾ സൂക്ഷിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആസ്പെക്സോ ഷീറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ ഷെഡിന് തൊട്ട് മുകളിലായി ഒരു കുട്ടി കയറി നിന്നാൽ കയ്യെത്തി പിടിക്കാൻ കഴിയുന്ന നിലയിൽ ഈ ലോ ടെൻഷൻ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള സേഫ്റ്റി ആസ്പെക്ട് ആണ്. പ്രത്യേകിച്ചും കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനവും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഗുരുതരമായ വീഴ്ചയാണ്, അനാസ്ഥയാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഇത് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ചാണെങ്കിൽ ആസ്പെക്സോ ഷീറ്റിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ സുഖമായി കയ്യെത്തി പിടിക്കാൻ കഴിയുന്ന നിലയിൽ ലൈൻ കടന്നു പോകുന്നു എന്ന് കയ്യെത്തി പിടിക്കണ്ട. ആസ്പെറ്റോസ് മുകളിലെ ഷീറ്റിൽ കയറിയാൽ ആസ്പെറ്റോസ് ഷീറ്റിനെ തൊട്ടിലെന്ന മട്ടിലാണ് അതങ്ങനെ പോകുന്നത്. എങ്കിൽ പ്രേമചന്ദ്രൻ, ഇത് റോഡിൽ നോക്കിയാൽ കാണുന്നതാണ്. ശരി, KCBയുടെ പിഴവുണ്ടായി, സ്കൂളിൻ്റെ പിഴവുണ്ടായി എന്ന് നോക്കും. ഇത് ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പം സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരല്ലേ, അവിടെ സംഘടനകൾ ഉണ്ടാവില്ലേ, നാട്ടുകാരുണ്ടാവില്ലേ, PTA ഉണ്ടാവില്ലേ? ആർക്ക് കണ്ടാലും മനസ്സിലാവുന്ന ഒരു കാര്യം തിരുത്തണമെന്ന് ആർക്കും തോന്നാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എൻ കെ പ്രേമചന്ദ്രൻ? തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ ലാഘവത്തോടുകൂടി വിഷയങ്ങളെ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അവിടുത്തെ MLA ശ്രീ കോവൂർ കുഞ്ഞുമോനാണ്. അദ്ദേഹം തന്നെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചാണെങ്കിൽ ഗുരുതരമായ വീഴ്ച ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ്. മന്ത്രി പറയുന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ എന്താണ്, അതുവഴി ഇലക്ട്രിക് ലൈൻ പോകുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. അത് ഈ പറയുന്ന ഹ്രസ്വമായ ദൂരപരിധിയിലാണ് കടന്നു പോകുന്നത് എന്നുള്ളതും വസ്തുതയാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ അനാസ്ഥ ആരുടെ ഭാഗത്തുനിന്നാണ് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. PTA കമ്മിറ്റിയുണ്ട്, പ്രദേശവാസികളുണ്ട്, അതുപോലെ സ്കൂളിൽ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗൗരവത്തോടുകൂടി ഈ പ്രശ്നത്തെ കണ്ടില്ല എന്ന് വേണം ഈ കാര്യത്തെ കരുതാൻ. പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളത് ഗൗരവം ഉയർത്തുന്ന പ്രശ്നമല്ലേ? അതനുസരിച്ച് ഒരുപക്ഷെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നടപടി സ്വീകരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കുഞ്ഞിന്റെ ജീവൻ, മിഥുൻ എന്ന് പറഞ്ഞ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് സമാന സ്വഭാവത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, വലിയ ചർച്ച ചെയ്തതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സുരക്ഷാ ക്രമീകരണത്തെ സംബന്ധിച്ചും സുരക്ഷാ സംവിധാനത്തെ സംബന്ധിച്ചും നമ്മൾ ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളത്. താങ്ക് യു ശ്രീ കെ പ്രേമചന്ദ്രൻ. പ്രേക്ഷകർ നേരത്തെ കണ്ട ചിത്രങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ തേവലക്കര ബോയ്സിൽ സുരക്ഷാ സമിതി കൂടി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. നേരത്തെയുള്ളൊരു യോഗമാണ്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ സുരക്ഷാ സമിതി യോഗം നടക്കുന്നതിന് തൊട്ട് പിന്നിലാണ് ഈ പറയുന്ന ഷെഡ്. അതിൻ്റെ തൊട്ട് മുകളിലാണ് കേട്ടോ വൈദ്യുതി ഞാൻ നടക്കുന്നത്. അതിന് തൊട്ട് കീഴേ ഇരുന്നാണ് ഈ പറഞ്ഞ സുരക്ഷാ സമിതി യോഗം, ഇൻക്ലൂഡിങ് KCB ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന സുരക്ഷാ സമിതി യോഗം ചേർന്നത്. അപ്പോഴും ഒരുപക്ഷെ അതിൻ്റെ മുകളിൽ ഈ പറയുന്ന ടൈം ലൈൻ ശരിയാണെങ്കിൽ അപ്പോഴും അതിൻ്റെ മുകളിൽ ഞാൻ കിടപ്പുണ്ടാകണം ഈ പറയുന്ന വൈദ്യുലൻ. ഈ ആരും ഒന്നും കണ്ടിട്ടില്ല, ആരും കണ്ടില്ല, നാട്ടുകാർ കണ്ടില്ല. കോവൂർ കുഞ്ഞുമോൻ MLA വീട് തൊട്ടപ്പുറത്താണ്. MLA ബന്ധപ്പെട്ട ആരും കണ്ടില്ല, അല്ലെങ്കിൽ MLA കണ്ണിൽ പെട്ടില്ല. ആരും MLA അതവിടെ അങ്ങനെ കിടപ്പുണ്ട് കേട്ടോ, ഒന്ന് പരിഹരിക്കണം എന്നാരും പറഞ്ഞു കൊടുത്തില്ല. അവിടുത്തെ DYFIയോ അവിടുത്തെ യൂത്ത് കോൺഗ്രസോ അവിടുത്തെ മറ്റ് സംഘടനകളോ SFIയോ ആരും കണ്ടില്ല. എല്ലാവരും ഇപ്പം കണ്ടു. കാരണം എന്താണ്? 13 വയസ്സുള്ള മിഥുൻ എന്ന് പറയുന്ന ഒരു പാവം പയ്യൻ എൻ്റെ ജീവൻ കുരുതിയായപ്പോഴൊക്കെ എല്ലാവരും ഇറങ്ങി, എല്ലാവരും കണ്ടു, എല്ലാവരും നടപടി ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. കർശനമായ നടപടി ഉണ്ടാകും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും
എന്ത് ചെയ്യുമെന്നാണ് ഈ പറയുന്ന 13 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട